Welcome everyone. So, what if engineers are copycats? Do you agree? Eh? Yes. Okay, in നമ്മുടെ current academic scenario, you have to do something. അല്ലേ എന്തൊക്കെയാ അസൈൻമെൻറ്റ്സ് എഴുതുന്നുണ്ട്, യു ആർ റൈറ്റിംഗ് ദ റെക്കോർഡ്സ്, ദെൻ ഡൂയിങ് പ്രോജക്ട്സ്. അതൊക്കെ ആക്ച്വലി ഒറിജിനൽ ആണോ? യു ആർ കോപ്പിംഗ് ഫ്രം സംവെയർ എൽസ്, റൈറ്റ്? When I am at your age, we don't have enough resources. Only think some classical books, standard textbooks. നമ്മൾക്ക് അതൊക്കെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ അസൈൻമെൻറ്റ്സ് ഒക്കെ എഴുതിക്കൊണ്ടിരുന്നത്. ബട്ട് യു ആർ സപ്പോസ് ടു ബി ദ ജനറേഷൻ സി പീപ്പിൾ, റൈറ്റ്? യു ആർ ബോൺ ഇൻ ദ ഡിജിറ്റൽ എറ. സോ യു ആർ യൂസിങ് ദ ടെക്നോളജി. ഐ എം നോട്ട് കംപ്ലൈനിങ്. ഇസ് ദ തിങ് ഹാപ്പനിങ് റൈറ്റ് നൗ. ഇപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? നിങ്ങൾ കോപ്പി അടിക്കാണ്ടിരിക്കാൻ വേണ്ടി വിൽ ഡു സം വേരിയേഷൻസ് ഇൻ ദ ക്വസ്റ്റ്യൻ. നിങ്ങളെന്താ ചെയ്യുന്നത്? നേരെ പോയി സം AI ടൂൾസിൽ കൊണ്ടിടും. വാട്ട് ഹാപ്പൻസ്? സെയിം തിങ് നിങ്ങൾ എഴുതിക്കൊണ്ട് വരും. ആരെങ്കിലും തിങ്ക് ചെയ്യാറുണ്ടോ അത് ശരിയാണോ തെറ്റാണോ ആരെങ്കിലും ചെക്ക് ചെയ്യാറുണ്ടോ? നോ നോ, same thing is coming. Okay, I know. So there are some constraints in our academic system. Okay, അപ്പോൾ അതുകൊണ്ട് എന്താ നമുക്ക് ഒരു ഡിഫറെൻറ്റ് തിങ്കിങ്ങിനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് വെൻ സമൺ കെയിം വിത്ത് എ പ്രോബ്ലം? വാട്ട് യു ഡു? ചിലപ്പോൾ നമുക്ക് താല്പര്യമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കും. അതർവൈസ് വി വിൽ ലീവ് ഇറ്റ്. സംടൈംസ് ചില ആൾക്കാർ എന്ത് ചെയ്യും? തല കുലുക്കും. ഇത്രയേ ഉള്ളൂ. സോ സിമിലർ തിങ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്. സോ പ്ലീസ് എക്സ്ക്യൂസ്. Okay. When I was working in a previous college, one handcraftsman came to my department. Actually, meeting ഞാനുമായിട്ടായിരുന്നില്ല, some other peoples are there. അദ്ദേഹം വന്നത് ഒരു പ്രോബ്ലം ആയിട്ടാണ് പുള്ളി വന്നത്. അപ്പം ഇഷ്യൂ എന്ന് പറയാൻ ഹീസ് എ ഹാൻഡ് ക്രാഫ്റ്റ്സ്മാൻ, ഓൾറെഡി ഐ ടോൾഡ്. അപ്പം നോർമൽ ആൾക്കാർ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇതാണ് ചിരട്ടയാണ്. അപ്പോൾ ചിരട്ടയെ അദ്ദേഹം നേരെയാക്കുക. അപ്പോൾ നേരെയാക്കുന്ന എളുപ്പമുള്ള കാര്യമല്ല, കാരണം ഇത് ഭയങ്കര ബ്രിട്ടിൽ മെറ്റീരിയലാണ്, പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അതിനെ അദ്ദേഹത്തിൻ്റെതായ കുറച്ച് ഇന്നോവേഷൻസ് കൊണ്ട് നേരെയാക്കി അതിൽ ഹാൻഡ് വർക്ക് ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ തൊഴിൽ. അത് എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ടോക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ അദ്ദേഹം വന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഹി വാണ്ട് എ പ്രോഡക്റ്റ് ലൈക്ക് ദിസ്. ഇതെന്താണ്? ഒരു തേങ്ങയാണ്, തേങ്ങയുടെ ചിരട്ട. ഓക്കെ, ഓൾ ഷെൽ. ആ ഷെല്ലിൽ അദ്ദേഹത്തിനൊരു ഹോൾ വേണം. അപ്പോൾ ഈ ഹോളെന്ന് പറഞ്ഞൊരു സ്മോൾ ഹോളായിരിക്കും. അപ്പോൾ നോക്കിയാൽ നമ്മളൊരു തേങ്ങ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 3 കണ്ണ് പോലെ കാണും. ശരിക്കും അതല്ല, 2 കണ്ണും ഒരു മൗത്തിൻ്റെ ഒരു ഷേപ്പാണ്. ആ മൗത്തിൻ്റെ ഷേപ്പ് വരാൻ കാര്യം ദാറ്റ് ഈസ് ആക്ച്വലി ദ ഫങ്ഷണൽ പോർ. അവിടെയാണ് നമ്മുടെ എംബ്രിയോ വരുന്നത്. അതുകൊണ്ട് നമ്മുടെ മുളയ്ക്കാനുള്ള പോസിബിലിറ്റി വരുന്നത് അവിടെയാണ്. അതുകൊണ്ട് അത് അത്ര ഹാർഡല്ല, സർഫസ് ഹാർഡല്ല. അപ്പോൾ സിമ്പിൾ സാധനമാണ്. അപ്പോൾ അവിടെ ഒരു ഹോൾ വരണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സ്ട്രെങ്ത് നിൽക്കില്ല കുറേ കാലം കഴിയുമ്പോൾ. അപ്പോൾ അവിടെ ഒരു ഹോൾ വേണമെന്നുള്ള ഇഷ്യൂ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലേബറിനെ വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ഹോളിൽ കൂടെ നമുക്ക് കോക്കനട്ട് മീറ്റ് അല്ലെങ്കിൽ എൻഡോസ്പേം എക്സ്ട്രാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു എളുപ്പമുള്ള കാര്യമല്ല, ഭയങ്കര പാടാണ്. നമ്മുടെ എക്സിസ്റ്റിംഗ് ടൂൾ എന്താ, ഷാർപ്പ് ടൂൾസോ അല്ലെങ്കിൽ നൈഫോ യൂസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സമയം എടുക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു കംഫർട്ടബിൾ മെത്തേഡ് അല്ല. അപ്പോൾ അത്യാവശ്യം കുറച്ച് റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പം അനദർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആ ഹോൾ ഇട്ടിട്ട് കെമിക്കൽസോ അല്ലെങ്കിൽ വല്ല സോൾട്ട് വാട്ടർ ഒഴിച്ച് വയ്ക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് ഡീക്കേ ആവും. പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എഡിബിൾ ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടുന്നില്ല, നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ വേണം. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, നമ്മൾ വീട്ടിൽ തേങ്ങ ആക്ച്വലി 2ആയിട്ട് മുറിച്ചിട്ട് അതാണല്ലോ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിരട്ട നമ്മൾ എന്ത് ചെയ്യും? വി വിൽ കീപ് ഇറ്റ് എ സൈഡ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂട്ടി വയ്ക്കും. ഒരു ഹാൻഡ് ക്രാഫ്റ്റ്സ്മാൻ അത് ഉപയോഗിക്കാൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൗണ്ടർ പാർട്ട് കിട്ടില്ല. അപ്പോൾ കിട്ടുന്ന പാർട്ട് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു അഡസീസോ വല്ലതും വെച്ച് ഒട്ടിക്കാനാണ് നോക്കുന്നത്. അത് എന്ന് പറയാൻ അത്ര പെർഫെക്റ്റ് ആവില്ല, നാച്ചുറൽ സ്ട്രെങ്ത് നമുക്ക് കിട്ടിയില്ല. അതാണ് മെയിൻ സിറ്റുവേഷൻ. അപ്പം വേറൊരു ടീം ആ വർക്ക് ഏറ്റെടുത്തു. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു വർക്ക് ഈസ് ഗോയിങ് ഓൺ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആക്ച്വലി അവർ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ കിട്ടിയ മറുപടി എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു മറുപടിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ അപ്പോഴൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് നമ്മുടെ സ്വന്തം തേങ്ങയല്ലേ, ഇത്ര വലിയ ഇഷ്യൂ ആണോ? അപ്പോൾ അടുത്ത ദിവസം ഞാൻ പോയി സാറിൻ്റെ അടുത്ത്, സാറേ ഞാൻ ആ പ്രൊജക്റ്റ് ഏറ്റെടുക്കാൻ റെഡിയാണ്. അപ്പോൾ റെഡിയാണെന്ന് പറഞ്ഞാൽ സാറേ പിന്നെന്താ ചെയ്തോ, കാരണം എന്തായാലും ഒരാൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണല്ലോ. ഞാൻ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ തേങ്ങയെക്കുറിച്ച് ആദ്യം പഠിക്കണം. അപ്പോൾ തേങ്ങയെക്കുറിച്ച് ആദ്യം പഠിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഈ ഷെല്ലിൻ്റെ പർപ്പസ് അന്വേഷിച്ചപ്പോൾ എബ്രോഡിൽ പ്ലാസ്റ്റിക്കിൻ്റെ യൂസേജ് കുറയ്ക്കാനായിട്ട് അവർ ഇതേപോലെ സസ്റ്റൈനബിൾ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് എ ഗുഡ് തിങ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ സെർച്ച് ചെയ്തപ്പം എന്നെ ഞെട്ടിച്ച ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രൈസിങ്. ഇറ്റ്സ് പ്രൈസ് ഇൻ ദ US മാർക്കറ്റ് അറൗണ്ട് $45. അപ്പോൾ ഇവിടുത്തെ ഏകദേശം ഒരു 4000 രൂപയായി. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു അറൗണ്ട് 200 to 500 റേഞ്ച്. വെറും ചിരട്ടയുടെ കാര്യം ഞാൻ പറയുന്നത്, അതിൻ്റെ റേറ്റിംഗ്.
അപ്പോൾ സോ ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് തിങ്. അപ്പോൾ എന്തായാലും അതിനൊരു ആവശ്യക്കാരുണ്ട്, പക്ഷേ അവൈലബിലിറ്റി വളരെ കുറവാണിത്. അപ്പോൾ അങ്ങനെ സാധനം ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പ്രൊജക്റ്റ് ഏറ്റെടുത്തു. അപ്പോൾ അടുത്ത ഇഷ്യൂ വന്നത്, അപ്പോൾ എന്തായാലും ആ സാധനത്തിനെ കുറിച്ച് പഠിക്കണമല്ലോ, പ്രൊഡക്റ്റ്. പഠിച്ചപ്പോഴാണ് ഞാൻ പെട്ടുപോയത്. അപ്പോൾ ഒരു തേങ്ങയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ സൈസ് വ്യത്യാസമാണ്, ചിരട്ടയുടെ തിക്നെസ് വ്യത്യാസമാണ്, ലെങ്ത് വ്യത്യാസമാണ്, ഷേപ്പ് ഈസ് സെൻട്രലി ഡിഫറെൻറ്റ്. ഒരു ഓൾമോസ്റ്റ് ഒരു സ്ഫെറിക്കൽ ഷേപ്പ് എന്ന് പറയും, പക്ഷേ അങ്ങനെയല്ല, ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പോൾ ആസ് എ ഡിസൈൻ എഞ്ചിനീയർ ഈസ് കൺസേൺ, എന്തെങ്കിലും ഒരു യൂണിഫോമിറ്റി വേണം ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ വൺ ഓഫ് ദ ഡിഫിക്കൽട്ടി. പിന്നെ ഞാൻ അത് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൈസിങ് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഈ തേങ്ങ നമ്മളൊരു ഗ്രേറ്റഡ് ഫോമിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ, സ്ക്രൈബ്ഡ് ഫോമിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്. ഇപ്പോൾ രാവിലെ തേങ്ങ ചേരണ്ടായിരുന്നു ആർക്കും അത്ര വലിയ എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമായിട്ട് ഇരിക്കട്ടെ ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ സാധനവും വൺ സൈഡഡ് സ്ക്രാപ്പിങ്ങിന് മാത്രമേ പറ്റുള്ളൂ, ഡുവൽ സൈഡ് പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉറക്കം പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഹോളിൽ കൂടെ ഇപ്പം മാക്സിമം ഒരു 1 to അതായത് ഒരു 30 മില്ലിമീറ്റർ മാത്രമേ വരാൻ പാടുള്ളൂ. ഞാൻ കുറേ പോസിബിലിറ്റീസ് നോക്കി. അപ്പോൾ എന്തായാലും എൻ്റെ ഉറക്കമൊക്കെ പോയി. അപ്പോൾ നോക്കിയിട്ട് ഫൈനലി ഐ കെയിം വിത്ത് എ ഡിസൈൻ. അപ്പോൾ ഇപ്പോൾ ഈ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ഇറ്റ്സ് എ റൊട്ടേറ്റിംഗ് തിങ്. അപ്പോൾ നമുക്ക് മാനുവലായിട്ട് ഹാൻഡ് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് മോട്ടോർ യൂസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് ഇൻ ദ ക്ലോസ്ഡ് പൊസിഷൻ. ഈ ക്ലോസ്ഡ് പൊസിഷൻ എനിക്ക് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോഴും എൻ്റെ പ്രശ്നം തീർന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ സാധനം നമുക്ക് ലൈക്ക് ആൻ അംബ്രല മെക്കാനിസം അത് ഓപ്പൺ ചെയ്ത് വരണം. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ എനിക്ക് അഡീഷണൽ മെക്കാനിസം അതിൽ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആസ് പോസിബിൾ എന്ന് പറയുമ്പം ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ നമ്മൾ കോക്കനട്ടിനെ റൊട്ടേറ്റ് ചെയ്ത് അത് സ്ക്രൈപ്പ് ചെയ്യുമ്പോൾ അത് പുറത്തോട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ നേരെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പാടാണ്. സോ ഐ ചേഞ്ച് ദ പൊസിഷൻ. ഞാൻ തലകീഴായിട്ട് വെച്ചു. അപ്പോൾ ഗ്രാവിറ്റി യൂസ് ചെയ്യാം. അപ്പോൾ ഗ്രാവിറ്റി യൂസ് ചെയ്ത് നോർമലി അത് താഴോട്ട് വരും. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ, കാരണം ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ്, സോ സെൻട്രിഫ്യൂഗൽ എഫക്ട്സ് എനിക്ക് യൂട്ടിലൈസ് ചെയ്യാം. സോ ഐ ഡിസൈൻ സംതിങ്, ഇറ്റ് വിൽ ഓപ്പൺ അപ്പ് ഡ്യൂ ടു ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആൻഡ് ഇറ്റ് ഈസ് സ്ലൈഡിങ്. അപ്പോൾ നമ്മുടെ കോക്കനട്ടിൻ്റെ പ്രൊഫൈൽ അനുസരിച്ച് ഇറ്റ് വിൽ വേരി. അപ്പോൾ ദ ഡിസൈൻ ഈസ് ഡൺ. ഓക്കെ, അപ്പോൾ ഇത് സോ സ്പെഷ്യൽ, ദിസ് പ്രോഡക്റ്റ് ഈസ് സോ സ്പെഷ്യൽ ഫോർ മീ. ഫോർ ദിസ് ഐ ഗോട്ട് ദ ഫസ്റ്റ് ഇൻ്റർനാഷണൽ പാറ്റൻറ്റ്. അപ്പോൾ ഈ ഒരു സാധനം സം മോഡിഫിക്കേഷൻസ് ആർ ദെയർ സ്റ്റിൽ. എനിക്ക് അറൗണ്ട് ഒരു 90 to 80% കോക്കനട്ട് എനിക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. തീരെ ചെറുതാണെങ്കിൽ പറ്റത്തൊന്നുമില്ല, കാരണം ഡിസൈൻ കൺസ്ട്രെയിൻസ് ഉണ്ട്. എങ്കിൽ സ്റ്റിൽ ഐ ക്യാൻ ഡെവലപ്പ് വൺ. ദ ഓൺലി തിങ്. അനദർ തിങ്, ഇത് കഴിയും ആക്ച്വലി മൈ കോൺഫിഡൻസ് ഇൻക്രീസസ് ടു ഡു സംതിങ് മോർ. അങ്ങനെയാണ് ഒരു ഇൻസിഡൻറ്റ്. സി ആക്ച്വലി ഞാൻ വർക്ക് പ്ലേസ് മാറി. സോ നിങ്ങൾ വിചാരിക്കുന്നു നമുക്ക് ടീച്ചേഴ്സിന് ടീച്ചിങ് മാത്രമാണ്. അല്ല, സ്റ്റുഡൻസ് മെൻറ്ററിങ് ഉണ്ട്. വി ഹാവ് ടു കറക്റ്റ് ദ റെക്കോർഡ്സ് ആൻഡ് സോ ലോട്ട് ഓഫ് മെനി ആക്ടിവിറ്റീസ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സന്ദർഭത്തിൽ വൺ അക്രിഡിറ്റേഷൻ ടൈമിങ്ങിൽ വി ഹാവ് ടു കൺസോളിഡേറ്റ് ഡാറ്റ. അപ്പോൾ ഡാറ്റ കൺസോളിഡേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഹെഡേക്കാണ്. അപ്പോൾ ഞാൻ റൂമിലിരുന്ന് വർക്ക് ചെയ്യുകയാണ്. ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്, അതിനെ സോർട്ട് ചെയ്യുന്നുണ്ട്, അതിനെ കമ്പൈൽ ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്ത് കഴിയുമ്പോഴും എനിക്ക് പറ്റുന്നില്ല, തീരെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനിഷ്യലി ഞാൻ വിട്ട് മൈഗ്രെയിൻ ആയിരിക്കുമെന്ന് വിചാരിച്ചു, നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സോ നമ്മളെന്താ ചെയ്യുക? അങ്ങനെ സ്ഥിരം പ്രശ്നമുണ്ട്. നമ്മളെല്ലാം എന്ത് ചെയ്യും? ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവോ? ഇല്ല. ആദ്യം നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യും. ഞാനും സെർച്ച് ചെയ്തു. ചിലപ്പോൾ ഫസ്റ്റ് വന്ന സാധനം ബ്രെയിൻ ട്യൂമർ. പെട്ടു. സെക്കൻഡ് തിങ് നെർവ് ഡിസോർഡേഴ്സ്. ഇത് രണ്ടും കണ്ടപ്പോൾ തന്നെ ഏകദേശം ഞാൻ പകുതി തീർന്നു. കാരണം പോകുന്നില്ല, തലവേദന അത്രമാത്രം തലവേദനയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയും അറിയാം അത്യാവശ്യം നല്ല വർക്കുണ്ട്. ഇപ്പോൾ ലേറ്റ് നൈറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മേ ബി ഇറ്റ്സ് ഡ്യൂ ടു സം ലൈറ്റിംഗ് ഇഷ്യൂസ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റൂമിൽ ആക്ച്വലി 2 ട്യൂബ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പോരാ. ഞാനുള്ള ഇലക്ട്രീഷ്യനെ വിളിച്ചു. ഹി കെയിം. ഞാൻ പറഞ്ഞു എനിക്ക് 2 എണ്ണം കൂടെ വെക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം 2 എണ്ണം കൂടെ വെച്ച് തന്നു. എന്നിട്ട് ഈ പ്രശ്നം തീരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും ഒരു ചെറിയ റൂമിൽ 4 ട്യൂബ്സ്. അപ്പോൾ 4 ട്യൂബ് വന്നപ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് പ്രശ്നം മാറണം. അതിന് പ്രശ്നം മാറുന്നില്ല. അപ്പോൾ ഞാൻ എന്തുകൊണ്ടായി സംഭവിക്കണമെന്ന് ഞാൻ കൂടുതൽ സെർച്ച് ചെയ്തപ്പം ഇപ്പോൾ ഓഷ റെഗുലേഷൻ, ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, മേ ബി യു ആർ ഫെമിലിയർ. അത് പ്രകാരം ഐ സ്ട്രെയിൻ, നെക്ക് പെയിൻ, അങ്ങനെ സം ഇഷ്യൂസ് വിൽ കം. അതല്ലേ ആക്ച്വലി ദർ ഈസ് എ സ്റ്റഡി കണ്ടക്റ്റഡ് ബൈ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അതൊരു ഗാർമെൻറ്റ് സ്റ്റഡിയിൽ അറൗണ്ട് 10% എറർ റെഡ്യൂസ് ചെയ്യാനും 30% പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റി വിത്ത് സഫിഷ്യൻറ്റ് ലൈറ്റിനിങ്. ലൈറ്റിംഗ് ഈസ് എ ഇഷ്യൂ. ലൈറ്റിംഗ് അല്ലെങ്കിൽ ഇലുമിനേഷൻ ബോത്ത് ആർ സെയിം ആൻഡ് യൂണിറ്റ് ലക്സ് ആണ്. അത് ഞാൻ ആദ്യം പറയാണ്. അപ്പോൾ ഞാൻ പിന്നീട് നോക്കിയപ്പോൾ നമ്മൾ വീട് വെക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വീട് വെക്കുമ്പം എന്താണ് സാധാരണ ആൾക്കാരെല്ലാം കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്? ഒൺലി വിഷ്വൽ അപ്പിയറൻസ്,
അല്ലേ? വിഷ്വൽ പെർഫോമൻസിന് ആരെങ്കിലും വെയിറ്റേജ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവരും കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നത് വിഷ്വൽ അപ്പിയറൻസിനാണ്. അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ബൾബ് കേടായി. നിങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ നോർമലി ആൾക്കാർ ചെയ്യുന്നൊരു കാര്യം, വി വിൽ ലുക്ക് ഫോർ ദ റേറ്റിംഗ്സ്. റേറ്റിംഗ് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അത് ഞാനും ചെക്ക് ചെയ്യും. അതിപ്പോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ വാട്ട് അബൌട്ട് ദ ലക്സ്? എത്രമാത്രം ലുമിനേഷൻ വേണമെന്ന് ആരെങ്കിലും ചെക്ക് ചെയ്യാറുണ്ടോ? ഏറ്റവും കുറഞ്ഞ സാധനം എടുത്തുകൊണ്ടങ്ങ് വയ്ക്കും. അത് കാരണം ഇപ്പോൾ നമ്മളൊരു പോസിറ്റീവ് വർക്കിംഗ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ഹെൽത്തിയർ അല്ലെങ്കിൽ പോസിറ്റീവ് വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ ലൈറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു ആ പാരാമീറ്റർ കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അത് ഡിറ്റക്റ്റ് ചെയ്തുകൂടാ? ഓൾറെഡി ലക്സ് മീറ്റേഴ്സ് ആർ ദെയർ. ആൻഡ് ഓൾസോ ദർ ആർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. അതായത് ഒരു നോർമൽ വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ലിവിങ് റൂമിൽ അറൗണ്ട് 200 to 300 ലക്സ് വേണം. അപ്പോൾ ഞാൻ ഒരു ഓൾറെഡി ലക്സ് മീറ്റേഴ്സിൻ്റെ സിസ്റ്റം നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തു. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ചെക്ക് ചെയ്ത ഒരിടത്തും സഫീഷ്യൻറ്റ് ലൈറ്റിംഗ് ഇല്ല. സോ ആക്ച്വലി ദിസ് ഇസ് ഡേഞ്ചറസ് സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് സോ വി ഡെവലപ്പ് ദിസ് ഈസ് ആക്ച്വലി എ ഡിവൈസ് വിച്ച് എന്താ പറയുക, നമ്മളിപ്പം സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ റൂമിൻ്റെ സൈഡിൽ ഇവിടെ നിൽക്കുകയാണ് ഞാൻ. ഐ ആം ഗോയിങ് ടു വർക്ക് ഹിയർ. ഇവിടെ എനിക്ക് എത്രമാത്രം ലക്സ് വേണമെന്ന് ഇറ്റ് വിൽ പ്രഡിക്റ്റ്. ഇപ്പോൾ ആ ഒരു സഫീഷ്യൻറ്റ് ലൈറ്റിംഗ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ബൾബ് വയ്ക്കണം, വാട്ട് ടൈപ്പ് ഓഫ് ബൾബ്, അതുവരെ ഇത് പ്രഡിക്റ്റ് ചെയ്യും. സോ ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഒരു ചെറിയ ചേഞ്ച്, ഞാൻ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു സൊല്യൂഷനിലെത്തിയത്, അല്ലേ? ഇപ്പോൾ നിങ്ങളിൽ തന്നെ എത്ര പേര് ഇതേപോലെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തിങ്ക് ചെയ്യും? ഞാനും ആദ്യം തിങ്ക് ചെയ്തിരുന്നില്ല. തിങ്ക് ചെയ്തപ്പോഴുള്ള അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. ഇഫ് യു ഓൾവേസ് ഡു വാട്ട് യു ഓൾവേസ് ഡിഡ്, യു വിൽ ഓൾവേസ് ഗെറ്റ് വാട്ട് യു ഓൾവേസ് ഗോട്ട്. നമ്മളൊരു ചേഞ്ച് ഇല്ലാണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു തിങ്കിങ് പ്രോസസ്സ് മാറ്റിയില്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ സ്റ്റുഡൻസ്, ഇപ്പോൾ നിങ്ങൾ തന്നെ, സാർ എനിക്ക് നല്ല പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല, എത്ര പേര് പറയാറുണ്ട്? ദീസ് ആർ ഓൾ ഓപ്പർച്യൂണിറ്റീസ്, തിങ്ക് പോസിറ്റീവ്. ഇതൊക്കെ നമുക്ക് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റീസാണ്. നമ്മുടെ ചുറ്റുപാടും തന്നെ എല്ലാം ഉണ്ട്. സോ യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ഗ്യാപ്പ്, ഫിൽ ഇറ്റ് സ്മാർട്ട്ലി ആൻഡ് ക്രിയേറ്റ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഓർ സംതിങ് ബിഗ്ഗർ, അല്ലേ? നിങ്ങൾക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റി കാണാം. ഇന്ത്യ ഈസ് എ ബിഗ് മാർക്കറ്റ്. ഇന്ത്യയുടെ അല്ല, കേരള ഈസ് ഓൾസോ. ബട്ട് എപ്പോഴും നമ്മളൊരു ജോബ് ഹണ്ടർ ആവേണ്ട, യു ഷുഡ് ബി എ ജോബ് ഇൻവെൻറ്റർ. യൂണിവേഴ്സിറ്റീസും ഗവൺമെൻറ്റൊക്കെ അത്യാവശ്യം നല്ല സപ്പോർട്ട് തരുന്നുണ്ട് സ്റ്റാർട്ടപ്സിനും എല്ലാം വേണ്ടി. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഫണ്ട്സ് ആൻഡ് ഗ്രാൻസ് ആർ അവൈലബിൾ. Utilize that, be a change. Then another thing regarding the farm sector, already എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്, there is shortage of labor in the farming sector, particularly in the black pepper harvesting industry. ആൾക്കാരെ കിട്ടാനില്ല. അപ്പോൾ അങ്ങനൊരു കേസ് വന്നപ്പോൾ ഞാൻ ഒരു ന്യൂസ്, ഞാനങ്ങനെ പത്രം സ്ഥിരം വായിക്കുന്ന ഒരാളൊന്നുമല്ല, മേ ബി സ്പോർട്സ് പേജ് വായിച്ച സമയത്താണെന്ന് തോന്നുന്നു, ഒരു ഫണ്ണി ന്യൂസ് കണ്ടു. അതായത് ഒരു അൺസ്കിൽഡ് ലേബേഴ്സിനെ ഈ ആളെ കിട്ടാത്തതുകൊണ്ട് നേരെ നമ്മുടെ പെപ്പർ ഹാർവെസ്റ്റിംഗ് അവിടെ ചെയ്യാൻ വേണ്ടി വിട്ടു. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല മൊത്തം പറിച്ചെടുത്തു. പെപ്പർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇല മൊത്തം പറിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നോർമലി അടുത്ത വർഷം ഈൽഡ് കുറയും. അവരെന്താ തെറ്റിദ്ധരിച്ച് കഴിഞ്ഞാൽ വെറ്റില, മറ്റേ ബീറ്റൽ ലീവ്സ് ആണെന്ന് വിചാരിച്ചാണ് മൊത്തം ഇല ഞങ്ങൾ പറിച്ചെടുത്തത്. സോ ദാറ്റ് ഹാപ്പൻഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഐ വാണ്ട് ടു ഡു സംതിങ് ഫോർ ദീസ് ഫാമേഴ്സ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് പെപ്പർ, അല്ലേ, നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പെപ്പറിൻ്റെ ഹാർവെസ്റ്റിംഗ് ആണല്ലോ. സാധാരണ ക്രീപ്പർ പോലെയല്ല പെപ്പർ. ഇപ്പോൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഫിഗർ വെക്കാൻ പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്രീപ്പറാണെങ്കിലും മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉണ്ട് അതിന്. അപ്പോൾ അതിൻ്റെ പല ഇടയിൽ കൂടെയും അതുപോലെ ഒരു ചെറിയ പിനാക്കിളിലായിരിക്കും ഈ പറയുന്ന പെപ്പർ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് സിമ്പിൾ. നമ്മൾ പറിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ ഒരാൾ തന്നെ മെനക്കെട്ട് കയറിയുന്നതെല്ലാം പറിക്കണം. അപ്പോൾ ഞാൻ ഇതിലെന്തൊക്കെ ടൂൾസ് അവൈലബിൾ ആണെന്ന് ഞാൻ നോക്കിയപ്പം എല്ലാം മാനുവൽ പ്ലക്കേഴ്സേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം നമ്മൾ പറിച്ചു കഴിഞ്ഞപ്പോൾ ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്ക് സ്കെൽറ്റോ മസ്കുലർ ഡിസോർഡേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് പല ആൾക്കാരും ഇതിൽ നിന്ന് പിന്മാറിയത്. ഓക്കെ, അപ്പം ഐ വാണ്ട് ടു ഡു സംതിങ് ന്യൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് AI അസിസ്റ്റഡ് ബ്ലാക്ക് പെപ്പർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം എന്നുള്ള തോട്ട് എൻ്റെ മനസ്സിൽ വന്നത്. സോ ബൈ ഇൻക്ലൂഡിങ് ലേറ്റസ്റ്റ് ഇന്നോവേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, സിസ്റ്റത്തിനെ ഏതാ പ്രോപ്പർ പെപ്പർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിപ്പിച്ചു. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്. ദെൻ ഞാൻ പല മെക്കാനിസം ട്രൈ ചെയ്തു. കാരണം നമ്മൾ സാധാരണ ഒരു എന്താ പറയുക, മാംഗോ ഒക്കെ പറിക്കുന്ന പോലെ പറിക്കാൻ പറ്റില്ല, കുലുക്കാനും പറ്റില്ല. കാരണം ഇത് ഭയങ്കര ഒരു ബ്രാഞ്ചിൻ്റെ ഇടയിൽ നിൽക്കുന്നൊരു സാധനമാണ്. ഓൺലി നമ്മളെ പല മനുഷ്യന്മാർക്കേ ഇത് പറിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സിമ്പിൾ മൂവ്മെൻറ്റ് മനുഷ്യനെ എനിക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ മൾട്ടി ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം. ഒരു സിമ്പിൾ മെക്കാനിസത്തിലൂടെ എങ്ങനെ ഇത് നമുക്ക് ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കി. ഫസ്റ്റ് പ്രോഡക്റ്റ് സക്സസ്ഫുള്ളി ഡൺ. സോ ദിസ് ഈസ് ദ തിങ്. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാം, ഇറ്റ്സ് ആക്ച്വലി എ ട്രൈപോഡ് സ്ട്രക്ചർ. ഒക്കെ പല ടെറൈൻസിൽ നമുക്ക് വേരി ചെയ്യിപ്പിക്കാൻ പറ്റും. ദെൻ യു ക്യാൻ സി എ സർക്കുലർ റിം.
അപ്പോൾ സർക്കുലർ റിം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതിങ്ങനെ ഒരു പടർന്നാണ് നിൽക്കുന്നത്. സോ ദിസ് ആം വിൽ മൂവ്, ഈ പറയുന്ന റിങ്ങിൽ കൂടെ മൂവ് ചെയ്യും. ആൻഡ് ദർ ഈസ് എ ഡെപ്ത് ക്യാമറ. ഇപ്പോൾ ഡെപ്ത് ക്യാമറ ഓൾറെഡി വി ഹാവ് ട്രെയിൻഡ്. അപ്പോൾ ട്രെയിൻ ചെയ്ത് പെപ്പറിനെ കണ്ടുപിടിച്ചിട്ട് യു ക്യാൻ സീ ദ ആം, അല്ലേ? അപ്പോൾ ആമിൽ ആ പുറത്ത് രണ്ട് ഒരു സ്ട്രക്ചറുണ്ട്, ഒരു ലിങ്ക് ഉണ്ട്. അതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പെപ്പറിൻ്റെ ബ്രാഞ്ചസിനെ പുറത്തോട്ട് തള്ളും. എന്നിട്ട് അകത്തുള്ള ആ ഒരു പർട്ടിക്കുലർ പോർഷൻ കൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത്, നമ്മളിപ്പോൾ തറയിലാണ് സാധാരണ ഇടുന്നത്. കാരണം വേറെ ഹോൾഡേഴ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കയറി ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഐ മിമിക് ദ ഹ്യൂമൻ ഇറ്റ് സെൽഫ് വിത്ത് എ സിമ്പിൾ മെക്കാനിസം. ഹ്യൂമൻസ് എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ ആ പ്രോസസ്സ് മനസ്സിലാക്കി ഡിസൈൻ ചെയ്ത സാധനമാണ്. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി പ്രോഡക്റ്റ് ഫസ്റ്റ് സ്റ്റേജ് ആക്ച്വലി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തൊരു വർഷം കൊണ്ടൊരു ഫൈനൽ പ്രോഡക്റ്റ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ദ തിങ്, മിമിക്കിങ്. അപ്പോൾ മിമിക്കിങ് ഈസ് ദെയർ. അപ്പോൾ നമ്മൾ പണ്ട് ഒരു ഓൾഡർ ഡേയ്സ് ഡാവിഞ്ചി ഉൾപ്പെടെ എങ്ങനെ നേച്ചറിനെ മിമിക്ക് ചെയ്ത് നമുക്കെങ്ങനെ ഫ്ലൈ ചെയ്യാം എന്ന് പണ്ട് മുതലേ അതിൻ്റെ ഒരു റഫ് സ്കെച്ചസ് അവൈലബിൾ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് എങ്ങനെ റൈറ്റ് ബ്രദേഴ്സ് അത് ഡിസൈൻ ചെയ്തു, ഇതെല്ലാം മിമിക് ഫ്രം നേച്ചർ, അല്ലേ? എല്ലാം അതുപോലെയാണ് വന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മൈ കറണ്ട് റിസർച്ച് ഓൺ മേപ്പിൾ സീഡ്സ്, ദിസ് ഈസ് എ മോണോ സ്ട്രക്ചർ, മോണോ സ്ട്രക്ചർ. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മുടെ മരത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ വിങ് സ്റ്റെബിലിറ്റി ഈസ് മോർ. അപ്പോൾ നമ്മളിപ്പോൾ കറണ്ട് എയറോപ്ലെയിനൊക്കെ എന്ത് സംഭവിക്കുന്നത്? എന്തെങ്കിലും ഒരു ഡാമേജ് വന്നാൽ എന്ത് സംഭവിക്കും? ക്രാഷ് ആവും, ഉറപ്പാണ്. പക്ഷേ ഇതിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചർ ചെറിയൊരു ഡാമേജ് വന്നു കഴിഞ്ഞാലും അതങ്ങനെ അതിൻ്റെ ഒരു പാത്തിൽ നിന്ന് അത് മാറുന്നില്ല. സോ വിങ് സ്റ്റെബിലിറ്റി ഈസ് മോർ. സോ ലോട്ട് ഓഫ് റിസർച്ച് ഈസ് ഗോയിങ് ഓൺ ദിസ് ഏരിയ. ഓക്കെ, ഇപ്പോൾ നിങ്ങളാണ്, ഇത് നാസയുടെ സൈറ്റാണ്. നാസ ആക്ച്വലി നമ്മുടെ സ്റ്റഡീസ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. കുറേ യൂണിവേഴ്സിറ്റി ഇത് പഠിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. കാരണം ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് വിങ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. സോ നേച്ചുറലി അത് നമുക്ക് എങ്ങനെ അത് പോസിബിൾ ആണ്, ഒരു പാസിൽ കൂടെ വിത്തൗട്ട് ദ എഫക്റ്റ് ഓഫ് വിൻഡ് എങ്ങനെ മൂവ് ചെയ്യാമെന്നത് കാണിച്ചു തന്നു. സോ വി ആർ ആക്ച്വലി സ്റ്റഡിങ് ദിസ്. ഇനി എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു അനദർ തിങ്, ഇത് എത്ര പേര് കണ്ടിട്ടുണ്ട്? യുനോ വാട്ട് ഈസ് ദിസ്? ആർക്കെങ്കിലും അറിയാമോ? ചിലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും. നോ, പേര് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം. സഞ്ജീവനി കേട്ടിട്ടുണ്ടോ? അതുമില്ല. ഗരുഡ സഞ്ജീവനി, ദ സെയിം തിങ് വിച്ച് ഇസ് മെൻഷൻഡ് ഇൻ രാമായണ. എന്താ ഒരു സംഭവമുണ്ട് സഞ്ജീവനെ കുറിച്ച്, അല്ലേ? അത് ആക്ച്വലി ഓൾ ആർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്സ് മാജിക്കൽ ഹീലിംഗ് പവർ. എല്ലാവരും ഇതിൻ്റെ ഹീലിംഗ് പവറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, എല്ലാം സംസാരിക്കുന്നുണ്ട്. ബട്ട് ഐ ഒബ്സർവ്ഡ് ഇതെന്താ, ഇറ്റ് ഈസ് മൂവിങ് അഗെയിൻസ്റ്റ് ഫ്ലോ, അല്ലേ, ഡ്യൂ ടു സ്ട്രക്ചർ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഷേപ്പിനെ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കടലിൽ പോവാണ്, ബാഡ് വെതർ കണ്ടീഷൻസൊക്കെ അവർ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പിന്നെ വാട്ടറിനെ അഗെയിൻസ്റ്റ് മൂവ് ചെയ്യാൻ. ദീസ് കൈൻഡ് ഓഫ് ഡിസൈൻസ് സ്യൂട്ട് ദ, അല്ലേ? ഇപ്പോൾ അണ്ടർ വാട്ടറിൽ പോയി നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ കറണ്ട് ആണെങ്കിലുള്ള സാധനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് വിൻ കറൻസിനൊക്കെ അത്ര പെട്ടെന്ന് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റില്ല. ബട്ട് ദീസ് ഷേപ്പ് കുഡ് ബി മേ ബി. അപ്പോൾ ഇതിൻ്റെ ഷേപ്പാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ദെൻ ഇങ്ങനെ ബേർഡിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഒരു സാധനമാണ്. കാരണം ഞാൻ ഒന്നത് ആനിമൽ വേൾഡ്, ആനിമൽ കിങ്ഡം എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ഇപ്പോൾ കാണുന്ന സാധനമൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫീറ്റാണ്. ഇറ്റ്സ് ആക്ച്വലി സ്വിമ്മിങ് ബേർഡ്. ഇതിൻ്റെ ഫീറ്റിൻ്റെ പ്രത്യേകത ഉണ്ടോ? വൈ? നമ്മൾ സ്വിമ്മിങ് ബേർഡിനെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഫീറ്റൊക്കെ സാധാരണ എങ്ങനെയാണ്? ഇറ്റ്സ് എ വെബ്ഡ് സ്ട്രക്ചർ, അല്ലേ? ഇതിൻ്റെ ഫീറ്റ് അങ്ങനെയല്ല. സോ ദിസ് കുഡ് ബി എ സൊല്യൂഷൻ ടു സം അതർ പ്രോബ്ലംസ്, അല്ലേ? ഇപ്പം നേച്ചർ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ഒരു കാരണമില്ലാണ്ട് ഇങ്ങനെ ഡിസൈൻ വരില്ലല്ലോ. ബട്ട് ദിസ് കുഡ് ബി എ സൊല്യൂഷൻ ടു സം അതർ പ്രോബ്ലംസ്, ഐ ബിലീവ്. ദെൻ യെസ്, ആർ origin is copycats. Absolutely. We are copycats of the greatest innovators of all the time, nature. So what nature does, actually nature is a billion-year-old startup, continuously producing prototype, alle, testing it, redesigning through evolution. So what humans do, we are taking the perfected design of the nature to solve some of our problems. So we can say engineers are copycats of nature's design. Thank you.